മോർണിംഗ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. SDPI വോട്ട് ആണല്ലോ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. CPIM ശക്തമായി തന്നെ അതിൽ ഉറച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ KPCC അധ്യക്ഷൻ ഞങ്ങളുടെ പ്രതിനിധി ആദിൽ പാലോടിനോട് പറഞ്ഞത് കോൺഗ്രസിന് ആര് വോട്ട് ചെയ്തു എന്നതിൽ പ്രശ്നമല്ല, അതിൽ SDPIയും ഉൾപ്പെടുമല്ലോ. ശ്രീ തിരുവഞ്ചൂർ, അതിൽ ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നമല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കള്ളക്കളിയുണ്ട്. അവരിവിടെ SDPI ഇപ്പൊ വിരോധം പറയുന്നത് ഹിന്ദു വർഗീയത വളർത്താൻ വേണ്ടിയാണ്. മറ്റൊരു സന്ദർഭത്തിൽ അവർ RSSനെതിരായിട്ട് അടിക്കുന്നത് മുസ്ലിം വോട്ടുകളെ സ്വാധീനിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഓരോ സന്ദർഭത്തിലും അവർ അതിനനുസരിച്ചുള്ള പന്തടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനുള്ള പ്രതികരണം പറഞ്ഞ് നമ്മൾ പിന്നാലെ കുഴയാം എന്നുള്ളതല്ലാതെ അവർ പിന്നെയും കേരള സമൂഹത്തെ വർഗീയ അടിസ്ഥാനത്തിൽ ഡിവൈഡ് ചെയ്യാനുള്ള പദ്ധതിയായിട്ട് മുന്നോട്ട് പോകും. അത് അവരുടെ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള നടപടിയാണ്. അവർക്കിപ്പോ കഴിഞ്ഞ 10-20 കൊല്ലക്കാലമായി കേരള രാഷ്ട്രീയം എടുത്ത് പരിശോധിച്ചാൽ മതി. അവരെന്ന് ഏതെങ്കിലും ഒരു സമൂഹത്തിനെതിരായിട്ട് പറയുന്നുണ്ടെങ്കിൽ ആ സമൂഹത്തെ അല്ല അവർ വെക്കുന്നത്, അതിനെതിർദശയിൽ നിൽക്കുന്ന ആളുകളുടെ സ്വാധീനം അനുകൂലമാക്കി കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടിയും നമ്പരുമാണ്. ഇന്നിപ്പോ വന്ന് പാലക്കാട് അവർ വല്ലാതെ തോറ്റു എന്ന് പറഞ്ഞാൽ തലപൊക്കാൻ കഴിയാത്ത വിധത്തിലുള്ള തോൽവിയായിപ്പോയി. അതുകൊണ്ട് അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ആ വോട്ടിന്റെ സാങ്ക്ടിറ്റിയെ കുറിച്ച് ജനമധ്യത്തിൽ സംശയമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ്. ആ വോട്ടിന്റെ പരിശുദ്ധതയുണ്ടോ എന്നുള്ളതാണ് ഇപ്പൊ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് അവർ പറയുന്ന വർത്തമാനത്തിന് മറുപടി പറയാൻ മെനക്കെടുന്നത് യാതൊരു കഥയുമില്ലാത്ത കാര്യമാണ്. അവരുടേതായ പൊളിറ്റിക്സുമായി പോകട്ടെ. ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മുടെ ജനസമൂഹത്തെ വിവിധ തലത്തിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നതിനോട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയില്ല. ജനസമൂഹത്തിന് ഒരുമിച്ച് ജീവിക്കാൻ കഴിയണം. ഇന്ന് ഭരണഘടനയുടെ 75ാം വർഷം നമ്മൾ ആചരിക്കുകയാണ് സന്തോഷത്തോടു കൂടി. അങ്ങനെ ഇന്ത്യൻ ഭരണഘടനയുടെ 75ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഇപ്പോഴും ഒരു 75-80 കൊല്ലക്കാലത്ത് മുമ്പുണ്ടായിരുന്ന പഴയ തന്ത്രമാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇവിടെ പുനരാരംഭിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അവർ ആദ്യം ഭരണഘടനയോട് കൂറ് പ്രഖ്യാപിക്കട്ടെ, ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ച് പോകാൻ സമ്മതിക്കട്ടെ, ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ബേസ്. ആ ബേസിനെ പൊളിക്കത്തക്ക വിധത്തിൽ താൽക്കാലിക ലാഭത്തിന് വേണ്ടി ആരെയെങ്കിലും ഉന്നം വെച്ച് വർത്തമാനം പറയുന്നത് ഉന്നം വെക്കുന്നവരെയല്ല, മറുവശത്ത് നിൽക്കുന്നവരെ പിടിക്കാൻ വേണ്ടിയാണ്. ആ നമ്പർ കേരള രാഷ്ട്രീയത്തിൽ ഇനി ചെലവാകില്ല. കാരണം നമ്മൾ ഈ 10-75 കൊല്ലക്കാലമായി ഇതൊക്കെ കണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വിധ നമ്പറുകൾ ഈ കമ്പോളത്തിൽ ചെലവാകില്ല എന്ന് തന്നെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കോൺഗ്രസ് തുറന്നു വെച്ച വലിയൊരു ആശയമാണ്, രാഹുൽ ഗാന്ധി തന്നെ മുന്നോട്ട് വെച്ചതാണ്, സ്നേഹത്തിന്റെ കട. ആ സ്നേഹത്തിന്റെ കടയിൽ SDPIക്ക് പ്രവേശനമില്ല എന്ന ഒരു ബോർഡ് വെച്ചാൽ ഈ വിവാദങ്ങളെല്ലാം തീരില്ലേ? SDPI എന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ആമാണ് എന്നത് അങ്ങേക്കടക്കം അറിയാവുന്നതല്ലേ? അങ്ങടക്കം ജയിക്കുന്നത് എല്ലാ വോട്ടർമാരുടെയും, അതിൽ ഒരു രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട ആളുകളുടെ മാത്രം വോട്ടല്ലല്ലോ, എല്ലാവരിൽ നിന്നും അങ്ങേക്ക് നിഷ്പക്ഷ വോട്ടുകൾ കിട്ടാറുണ്ടല്ലോ. എനിക്ക് നേരിട്ട് അത് അറിയാവുന്ന കാര്യമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ജയിക്കുമ്പോൾ ആ വിജയത്തിനൊരു മാധുര്യമുണ്ട്. ഇവിടെ SDPIയെ തള്ളിപ്പറയുന്നില്ല. അതാണ് ഈ CPIMന്റെ വാദം കൂടുതലായി അവർ ബലത്തോടെ ഉന്നയിക്കാനുള്ളൊരു കാരണമായി മനസ്സിലാക്കാൻ കഴിയുക. SDPI വോട്ട് വേണ്ട, ഞങ്ങൾക്ക് അവരുടെ പിന്തുണ വേണ്ട എന്ന് പാർട്ടി അധ്യക്ഷന് പറയാവുന്നതല്ലേ ഉള്ളൂ. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അങ്ങാണെങ്കിൽ അങ്ങനെ പറയുമല്ലോ. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇപ്പോ നമ്മൾ എടുക്കുന്ന ഒരു നിലപാടുണ്ട്, ആദർശശുദ്ധിയോടുകൂടി ഒരു നിലപാടുണ്ട്. ആ നിലപാട് കേരള രാഷ്ട്രീയത്തിൽ നടപ്പാക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി എടുത്തുകൊണ്ടിരിക്കുന്ന മറുവശം തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന ആളുകളുടെ നനയുന്ന ആളുകളുണ്ട്. നമുക്ക് പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ത്യൻ ഭരണഘടനയോട് കൂറ് പ്രഖ്യാപിച്ച ഏത് വോട്ടിനോടും നമുക്ക് വിരോധമില്ല. പക്ഷേ ആദർശപരമായ നമ്മുടെ നിലപാടുണ്ട്. ആ നിലപാടിൽ നിന്ന് 1 ഇഞ്ച് പോലും നമ്മൾ വ്യതിചലിക്കില്ല. ഇപ്പൊ പാലക്കാട് ഇലക്ഷനിൽ നമ്മുടെ ആദർശത്തിനകത്ത് കോംപ്രമൈസ് ചെയ്യാം എന്ന് നമ്മൾ ഏതെങ്കിലും സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. ആദർശ ശുദ്ധിയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകും. ആദർശത്തിന്റെ ഭാഗമല്ലേ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ? കോൺഗ്രസ് രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ എന്റെ എളിയ ചോദ്യമാണ്, SDPIയുടെ വോട്ട് വേണ്ട എന്നതല്ലേ കോൺഗ്രസിന്റെ നിലപാട്? അതൊരു തീവ്രവാദ ശക്തിയാണ് എന്നത് കോൺഗ്രസിന്റെ നിലപാടല്ലേ? പക്ഷേ എന്തുകൊണ്ട് ആ പേര് പറയാൻ പോലും മടിക്കുന്നു? പൊതുവൽക്കരിച്ചുകൊണ്ട് വർഗീയ വോട്ട് വേണ്ട എന്ന് മാത്രം പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. ആ ഒരു ചോദ്യം നിലനിൽക്കുന്നതല്ലേ? വർഗീയ വോട്ടെന്ന് പറയുമ്പോൾ ഈ കാറ്റഗറിയിൽപ്പെട്ട എല്ലാ ആളുകളും വരികയാണ്, ഒരാൾ മാത്രമല്ല, സർവരും വരികയാണ്. ഇവിടെ പിന്തുണ പ്രഖ്യാപിച്ചത്, പ്രകടനം നടത്തിയത് SDPI അല്ലേ സാർ? അതെ, നമ്മളുടെ നിലപാടെന്താ? നമ്മളുടെ നിലപാടിനകത്ത് നമ്മൾ വ്യതിയാനം വരുത്തിയോ, നമ്മുടെ നയത്തിൽ മാറ്റമുണ്ടാക്കിയോ എന്നുള്ളതല്ലേ ഒരു രാഷ്ട്രീയ പാർട്ടി വിശദീകരിക്കേണ്ടി വരുന്നത്.
സ്വാഭാവികമാണ്. രാഷ്ട്രീയ പാർട്ടി ആ കാര്യം വിശദീകരിക്കുകയും മതിയാകും. എന്നോട് ചോദിച്ച സ്ട്രൈറ്റ് ആയിട്ടൊരു ചോദ്യമുണ്ട്, നമ്മുടെ നിലപാടിനകത്ത് മാറ്റമുണ്ടോ എന്നുള്ളതാണ് അതിന്റെ ഉള്ളടക്കം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഞങ്ങളുടെ നിലപാടിനകത്ത് ഒരു മാറ്റവുമില്ല. ഞങ്ങൾ ആരുമായി കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഞങ്ങൾ വോട്ട് ചെയ്താൽ ഞങ്ങൾ ജയിക്കും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം വേറെ നടത്തും. അവിടെയൊന്നും വർഗീയ രാഷ്ട്രീയത്തിന് മുമ്പിൽ മുട്ടുമടക്കിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ആദർശ ശുദ്ധി എവിടെയെങ്കിലും പണയപ്പെടുത്തിയോ അല്ല. ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിലും അത് തന്നെയല്ല ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അതേസമയം ഈ കമ്പോളത്തിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന മറ്റു ചില ആളുകൾ അവരുടെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമായി അവരിറങ്ങി പുറപ്പെടും. അതിന് അവരാണ് ഉത്തരം പറയേണ്ടത്, ഞങ്ങളല്ല. അവരുത്തരം പറയേണ്ടതിന്റെ കാര്യം ഞങ്ങളുടെ ചോദ്യം ചോദിച്ച് അതിന്റെ ഉത്തരമാക്കി പൊലിപ്പിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നടപടിയാണ്. ആ നടപടിയോടൊന്നും നമുക്ക് യോജിക്കാൻ കഴിയില്ലായ്മ മാത്രമല്ല, ആ വേലയ്ക്കകത്ത് വീണ് കൊടുക്കാനുള്ള മൗഢ്യം കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഉണ്ടാകില്ല, UDF ഒട്ടും ഉണ്ടാവില്ല. വ്യക്തമാണ്. വളരെ നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ.